ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താണെന്ന് മനസ്സിലായോ? വെറും ആട്ടമാവിലുണ്ടാക്കിയ ഒരു സ്നാക്കാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, ഈവനിങ് സ്നാക്കായിട്ടും ഇടനേരങ്ങളിലും കഴിക്കാവുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ഒരു ലൈക്കും കൂടി. 2 കപ്പ് ഗോതമ്പ് മാവ് എടുക്കാം. ആട്ടമാവ്. ഇതിൽ 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ അയമോദകവും 1 ടീസ്പൂൺ ഒലിവ് ഓയിലും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാവ് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് സോഫ്റ്റായിട്ടൊരു മാവ് കുഴച്ചെടുക്കാം. സാധാരണ ചപ്പാത്തി മാവൊക്കെ പോലെ തന്നെ കുഴച്ചെടുക്കാം. ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊരു 10-15 മിനിറ്റ് വയ്ക്കാം. 3 ഉരുളക്കിഴങ്ങ് കുറച്ച് വെള്ളം ഒഴിച്ച് 4 വിസിൽ കേൾപ്പിച്ചെടുത്തതാണ്. പൊട്ടറ്റോ കുക്കറിലോ പാത്രത്തിലോ വേവിച്ച് കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ ആ വെള്ളത്തിൽ നിന്ന് എടുത്തു മാറ്റണം. പൊട്ടറ്റോയ്ക്ക് പകരം ചീനിക്കിഴങ്ങ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പൊട്ടറ്റോ ചേർത്തുണ്ടാക്കുന്ന ഏത് സാധനത്തിന് പകരമായിട്ട് നമുക്ക് ചീനിക്കിഴങ്ങ് ചേർക്കാവുന്നതാണ്, മധുരക്കിഴങ്ങ്. ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പലഹാരം സമോസയുടെ പോലെയാണ്. സമോസയ്ക്ക് അകത്തിരിക്കുന്ന അതേപോലത്തെ ഒരു ഫില്ലിങ്ങാണ് ഇതിനകത്തിരിക്കുന്നത്. ഇതുപോലെ അകത്ത് ഫിൽ ചെയ്തുണ്ടാക്കുന്ന പലഹാരങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ള എന്ത് സാധനവും ചേർക്കാവുന്നതാണ്. ചിക്കനൊക്കെ ഉണ്ടെങ്കിലും ചേർക്കാവുന്നതാണ്. ഇത് ഫ്രോസൺ പീസാണ്, അതുപോലെ തന്നെ ഫ്രോസൺ ആയിട്ടുള്ള കോണും. ഇത് രണ്ടും വീട്ടിൽ തയ്യാറാക്കി ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. അല്പം വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. പാൻ ചൂടാക്കി 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചാട്ട് മസാലയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലിനി പൊട്ടറ്റോ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ചൂടോടെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു വരും. ഇല്ലെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലിനി നമ്മൾ വേവിച്ച് വെച്ച പീസ് ഉണ്ടല്ലോ, പീസും കോണും ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ ഇതിൽ. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ ചാട്ട് മസാല ചേർത്തത് കൊണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ് ഇതിനുണ്ടാകുക. അത് വേണമെങ്കിൽ ഒഴിവാക്കാം. ഗരം മസാല മാത്രം ചേർത്താൽ മതി. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒരല്പം തണുക്കട്ടെ. നമ്മുടെ ആട്ടമാവ് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഈ ഒരു ഫില്ലിങ്ങും അതുപോലെ ആട്ടമാവും ഒക്കെ നമുക്ക് അവധി ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചാൽ രാവിലെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോഴും ഒക്കെ റെഡിയാക്കി കൊടുക്കാൻ നല്ല എളുപ്പമാണ്. കുട്ടികൾക്കൊക്കെ എപ്പോഴും പുതുമയൊക്കെയാണല്ലോ ഇഷ്ടം. എന്നും കാണുന്ന ഒരേ തരം പലഹാരങ്ങൾ കാണുന്നത് തന്നെ കുട്ടികൾക്ക് വലിയ താല്പര്യം കാണുകയില്ല. ഇതുപോലെ മാവ് നീളത്തിനാണ് പരത്തിയെടുത്തത്. ഇതേ നീളത്തിൽ തന്നെ നമുക്ക് ഫില്ലിങ്ങും വയ്ക്കാം. എന്നിട്ട് അരിക് ഒരല്പം വെള്ളം നനച്ച് ഒട്ടിച്ചു കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് വെള്ളം നനയ്ക്കുന്നത്. ഇത് ഫ്രൈ ചെയ്തെടുക്കുകയല്ലേ, അപ്പോൾ ഇത് പൊട്ടി പുറത്ത് വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് റോളാക്കി എടുക്കാം. ഒന്നുകൂടി ഒന്ന് ടൈറ്റായിട്ട് റോൾ ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പുതുമയായിട്ടുള്ള പലഹാരങ്ങൾ കഴിക്കാനും കാണാനും ഒക്കെ നല്ല ഇഷ്ടമല്ലേ, നല്ല ഇൻട്രസ്റ്റിംഗ് അല്ലേ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ. എന്നിട്ട് ഇതിൻ്റെ 2 അറ്റവും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ടൈറ്റായിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം, ഇത് വിട്ടു പോകാതിരിക്കാനായിട്ട്. ഇതേ ഷേപ്പിലുള്ള ബേക്കറി പലഹാരം കണ്ടിട്ടില്ലേ, ക്രോയിസിനൊക്കെ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള മാവിൽ ഈ ഫില്ലിംഗ് നിറച്ചിട്ട് ഇതുപോലെ റെഡിയാക്കി വയ്ക്കാം. ഇതിനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം, എയർ ഫ്രയർ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അത് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണ്. അതുപോലെ തന്നെ എയർ ഫ്രയറിലും ഉണ്ടാക്കുന്നുണ്ട്. ഓയിൽ ചൂടാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് വളരെ കനം കുറച്ചാണല്ലോ നമ്മൾ ചപ്പാത്തി പരത്തിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും, മൂക്കുകയുമില്ല. അതുകൊണ്ട് തീ വളരെ കുറച്ചതിന് ശേഷം മാത്രം ഇതിട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത്. ഒരു സൈഡൊന്ന് മൂത്ത് വന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് എയർ ഫ്രയറിൽ ഉണ്ടാക്കി നോക്കാം.
എയർ ഫ്രയർ 4 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലിങ്ങനെ അല്പം ഓയിൽ ആദ്യം അതിൽ പുരട്ടി കൊടുക്കാം. എന്നിട്ട് 10 മിനിറ്റാണ് വയ്ക്കുന്നത് 180 ഡിഗ്രി സെൽഷ്യസിൽ. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്, കോരി മാറ്റാം. ഇത് ഭംഗിയാണെന്ന് നോക്കിക്കേ, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. അടുത്ത ബാച്ച് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഓയിലിൽ 1-2 എണ്ണം മാത്രം ഇട്ട് കൊടുത്താൽ മതി. കൂടുതലിട്ട് കൊടുത്താൽ നന്നായിട്ട് മൂത്ത് വരികയില്ല. ഇപ്പോൾ എയർ ഫ്രയറിൽ വെച്ചതും റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് ആയപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗത്തും കൂടി ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എയർ ഫ്രയറിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമാണ് ഹീറ്റർ ഉള്ളത്. താഴ്ഭാഗത്ത് ഹീറ്റർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കേണ്ടി വരും. ചില എയർ ഫ്രയറിലൊക്കെ അടിയിലും ഹീറ്റർ ഉണ്ടാകും. ഇത് വളരെ കനം കുറച്ചല്ലേ നമ്മൾ പരത്തിയെടുത്തത്, അതുകൊണ്ട് എണ്ണ വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. ഇനി എയർ ഫ്രയറിൽ ഉണ്ടാക്കിയത് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇതിരിക്കുന്നത്. നല്ല കളറും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നോക്കിക്കേ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എയർ ഫ്രയറിൽ ഉണ്ടാക്കിയതും നമ്മുടെ ഓയിലിൽ വറുത്തെടുത്തതുമായിട്ട്? ടേസ്റ്റിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം. വൈകിട്ട് ചായയോടൊപ്പം കഴിക്കാനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ യാത്രയൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് പോകാനും ഏറ്റവും ബെസ്റ്റാണ്. ഇതിൽ ചിക്കൻ കൂടി ചേർത്താലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ ഒന്ന് മിൻസ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഈ പൊട്ടറ്റോയോടൊപ്പം മിക്സ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ചിക്കൻ മാത്രം ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.